സ്പൈൻ ട്യൂമർ എന്ന് കേട്ടാൽ ഇന്നും പലരും അതിൻ്റെ ചികിത്സയെ പറ്റി ഓർത്ത് ഭയപ്പെടുന്നുണ്ട്. ശരിക്കും ഈ ട്യൂമറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കാം, ഇനി എന്താകും, എനിക്ക് നിവർന്ന് നടക്കാൻ പറ്റുമോ, എനിക്ക് വീക്ക്നെസ് വന്നതിൻ്റെ ഞാൻ ഇരിപ്പായി പോകുമോ എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നൂതനമായ ടെക്നോളജീസ്, ന്യൂറോ നാവിഗേഷൻ, ന്യൂറോ മോണിറ്ററിങ്, മൈക്രോസ്കോപ്പി, എൻഡോസ്കോപ്പി എന്നിങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആ ട്യൂമറിനെ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയേക്കാം. ട്യൂമർ ഇരിക്കുന്ന സ്ഥാനം, അതിൻ്റെ വലിപ്പം, അത് ടച്ച് ചെയ്തിരിക്കുന്ന നാഡികൾ, ഇതെല്ലാം അനുസരിച്ചിരിക്കും നമ്മൾ ട്യൂമറിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ. ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ, അതായത് ഓപ്പറേഷന് മുമ്പുള്ള വീക്ക്നെസ്സുകൾ വരെ സർജറി ചെയ്ത് ആ ട്യൂമർ എടുത്ത് കളയുന്നതിലൂടെ മാറിക്കിട്ടിയേക്കാം. അതുകൊണ്ട് ഇതിനെ പറ്റി ഓർത്ത് ഭയപ്പെടാതിരിക്കുക, യഥാസമയത്ത് ചികിത്സിക്കുക. എത്ര വൈകും തോറും അതിനുള്ള ചികിത്സയിലുള്ള സൈഡ് എഫക്ട്സും അല്ലാതെ ചികിത്സിക്കാതിരിക്കുമ്പോഴുള്ള വീക്ക്നെസ്സിൻ്റെ കാര്യങ്ങളും കൂടുകയുള്ളൂ. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റു ചിലർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങൾ ഇതേപോലെ രോഗികൾ കാണുകയാണെങ്കിൽ ഒരു ന്യൂറോ സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കാണുകയും ഈ രോഗത്തെ കൃത്യമായി സമയത്ത് ചികിത്സിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുക.